കുറേ നേരം ഞങ്ങൾ ഈ ദ്വീപിൽ മാർക്കറ്റ് ഒന്ന് കാണണം വെച്ചിട്ട് ഒരു 3 കിലോമീറ്ററോളം നടന്ന് എന്തൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്നൊക്കെ ഒന്ന് അറിയാലോ. പപ്പായ ഇതെന്താ ഒരു പരിചയമില്ലാത്ത 2 സാധനങ്ങളെ കണ്ടിട്ടുണ്ട്. ഒന്ന് ഇത് 2 വളിയൻകരിലൊക്കെ വരിക. ഉള്ളൊക്കെ ഇതൊക്കെ പരിചയക്കാരെ മത്തനുണ്ട്, ചേമ്പ്. പാഷൻ ഫ്രൂട്ടിന്റെ വലിപ്പം കണ്ടോ? ഇത് ഭയങ്കര എരിവുള്ള മുളകാട്ടോ. മുളക് ഇതെന്താണെന്നറിയാമോ മക്കളെ? അടക്കയാണിത്. അടക്ക നല്ല സ്ലൈസായിട്ട് മെഷീനിൽ കട്ട് ചെയ്തിട്ട് അടക്കണ്ട് ഇങ്ങനെ റെഡി ആക്കി എടുത്തിരിക്കുന്നത്. അടക്ക പാക്കറ്റ് ആക്കി വെറ്റില റെഡി 100 ഒന്ന് പോകലവിടെ മുപ്പല മാത്രം ഇവിടെ മിസ്സായല്ലോ. പുകലാവുന്ന വേണ്ടി വെച്ചാൽ വേറെ അതാ പൊട്ടണ സാധനങ്ങളൊക്കെ പോലെ പെട്ടിയിലുള്ള പുകലതാ മധുരമുള്ള പോലെ മീൻ തന്നെ ഉണക്ക മീൻ. ദിസ് ഫിഷ് ടൂണ ഫിഷ് മറ്റുള്ള ഞാൻ കാണുന്നില്ല. How much do you get one coconut? Coconut 15 1.5. What's the name of this one? സാധനം ഇതാണ് മുതൽ. ആ വലിയൊരു കായമൊന്നും ഉണ്ടാക്കിയിരിക്കുന്നത്. പീസിന് 5 ഉറുപ്പ്യ വരുന്നത് ഒരു ചുളക്ക്. മൊത്തത്തിൽ വാങ്ങുമ്പോൾ ഇതിന് 250 ഉറുപ്പ്യ. ഒരു ചക്ക വാങ്ങിച്ചായിരിക്കും. ഇവിടുത്തെ ചക്ക എന്നാണ് അതിൻ്റെ പേര്. മാൽദീവ്സിലെ ചക്ക, അടക്ക, പച്ചടക്ക. ചക്കച്ചോളമുണ്ട്. ഇത് അമ്പായങ്ങിൻ്റെ വേറെ ടൈപ്പാ. ഞങ്ങൾക്കല്ല മുരിങ്ങൻ്റെ ഇല. ഇതാണ് ആ ചക്ക. ഇവിടുത്തെ ചക്കാരത് ഉണ്ടാവുന്നുണ്ട്. ഇതിനെ തൊളിച്ച് ചെയ്തിരിക്കണം. അത്യാവശ്യം പോണ മോനാവുന്നുണ്ട് ഇവിടെ. എങ്ങനെ ഉണ്ടാവും ഒതുക്കൽ? തെങ്ങിൻ്റെ തൈ, പൂള, കപ്പ. ഇത് കറിവേപ്പിൻ്റെ അല്ലേ? ഇത് നാട്ടിലെ ചോക്ലേറ്റ് അലുവ. How much this? 1.5 per piece. This? This one 5 rupees each. This one packet 12 pieces 150. 2 pieces extra. കെട്ടെടുക്കുമ്പോൾ 150, 4 പീസ് അധികം കിട്ടും. എല്ലാം ഒരു പീസിന് 15. എന്തോ തരം അലുവയാണ്? കൊള്ളി അലുവ അല്ലേ? സ്വീറ്റ് ആയിട്ട് ചോക്ലേറ്റ് നാട്ടിലെ ചോക്ലേറ്റ് തന്നെ. അങ്ങനെ ഞങ്ങൾ 2 മലയാളി മോലാളിമാരെ കണ്ടുപിടുത്ത മാലിക്ക് ബിസിനസ്സുകാരാണ്. ഒരാൾ കോഴിക്കോട്, ഒരാൾ തിരുവനന്തപുരം. ഇവിടുത്തെ ഹോൾസെയിൽ നിയന്ത്രിക്കുന്ന ആൾക്കാരിൽ പെട്ടതാണൊന്ന്. ഹോൾസെയിൽ ഫ്രൂട്ട്സിൻ റിസോർട്ടുകൾക്കൊക്കെ സപ്ലൈ. അങ്ങനെ മലയാളികളെ കാണാത്ത ആ വിഷമം ബസ് കയറിയപ്പോൾ തീർന്ന് ഇവിടെ എപ്പോഴും തീർന്നു. ബസ് കയറിയുടെ നമ്മളോട് മുണ്ടിയിട്ടില്ല. അവരിങ്ങോട്ട് കയറി മുണ്ടി. അവർക്കൊരു സംശയം തോന്നിയപ്പോൾ അവരിങ്ങോട്ട് സംസാരിച്ചു. ചില മലയാളീസ് എങ്ങനെയാണ്? ഒരു മലയാളിനെ കണ്ട് സന്തോഷം. ചില മലയാളിനെ കണ്ട മുഖം തിരിച്ചു പോകും. അല്ല മലയാളീസ്. അങ്ങനെ ഞങ്ങൾ വിജയകരമായി ആദ്യം ആ ടിക്കറ്റ് എടുത്ത് വെച്ചുകൊണ്ട് കഴിച്ചിലായി. അല്ലെങ്കിൽ പണിയാണ്. ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെയല്ല ഉറപ്പിച്ചിരിക്കാനുള്ള. കാർഡ് ബ്ലോക്ക് ആയിക്കണ്. കാർഡ് എടുക്കണില്ല. പൈസ ഉണ്ട്, പൈസ ഒരു വാങ്ങൂല്ല. ഭാഗ്യത്തിന് ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് നടന്ന പോലെ കുഴപ്പമില്ല. ടിക്കറ്റ് എടുത്തപ്പോൾ സമാധാനമായി. കയറി ബസ് കയറി. ഇനി നേരെ പോയി ഒന്ന് കുളിക്കുക. എന്നിട്ട് ഭക്ഷണം വരത്തിനാകെ ഭക്ഷണം പാർസൽ വാങ്ങിയാൽ മതിയാ. നമുക്ക് പോയി കുളിച്ചിട്ട് താഴ്ത്തി ഇറങ്ങാം. അതല്ലേ മറ്റെന്താ അറിയുമോ? ഫ്രഷ് ആയിട്ട് കുളിക്കാൻ അറിയാം. പിന്നെ നമുക്ക് പോയിട്ട് സ്ലീപ്പ്.
ഉണ്ട്. നമ്മളല്ലെങ്കിലും 5 മണി അതൊന്നൊരു വിഷയമുള്ളതല്ലേ. 5:30-6 മണിക്കൊക്കെ